ഇനി ടാക്സ് ഗുരു. നികുതി സംബന്ധിച്ച സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് നികുതി വിദഗ്ധനും ചാർട്ടേഡ് അക്കൗണ്ടന്റുമായ കെ.സി. ജോസഫ് വർഗീസ്. നമ്മുടെ അടുത്ത സ്നേഹിതരും ബന്ധുക്കളും നമ്മളോടുള്ള സ്നേഹം പലപ്പോഴും പ്രകടിപ്പിക്കുന്നത് നമുക്ക് സമ്മാനങ്ങൾ നൽകിക്കൊണ്ടാണ്. 1998 വരെ ഇങ്ങനെ പ്രതിഫലമില്ലാതെ നൽകപ്പെടുന്ന സമ്മാനങ്ങൾക്ക് ഗിഫ്റ്റ് ടാക്സ് ആക്ട് പ്രകാരം നികുതി നൽകണമായിരുന്നു. 1998 ഒക്ടോബർ മാസം 1-ാം തീയതി മുതൽ ഈ നികുതി നിർത്തലാക്കിയിരിക്കുന്നു. എന്നാൽ 2004 മുതൽ ഇങ്ങനെ ലഭിക്കുന്ന സമ്മാനങ്ങൾ, റിലേറ്റീവ്സ് അല്ലാത്തവരുടെ കയ്യിൽ നിന്നും ലഭിക്കുന്ന സമ്മാനങ്ങൾക്ക് ആദായ നികുതി നിയമത്തിൽ അത് ലഭിക്കുന്ന ആളുടെ വരുമാനമായിട്ട് കണക്കാക്കിയ ആദായ നികുതി നൽകേണ്ട ഒരു ഭേദഗതി കൊണ്ടുവന്നിട്ടുണ്ട്. അതിനെ സംബന്ധിച്ചാണ് ആദ്യത്തെ ചോദ്യം നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ശ്രീ ബാബു ചോദിച്ചിരിക്കുന്നതാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, സർ, ഇങ്ങനെയുള്ള ഒരു റിലേറ്റീവ്സ് ഫ്രണ്ട്സ് എനിക്ക് കുറച്ച് പണം അയച്ചു തന്നാൽ അതിന് ഇൻകം ടാക്സ് കൊടുക്കണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിന് ഗിഫ്റ്റ് ടാക്സ് ഇല്ല. എന്നാൽ ഇൻകം ടാക്സിനെ സംബന്ധിച്ചിടത്തോളം സാമാന്യം വിശദമായി തന്നെ ഇതിനെപ്പറ്റി പറയേണ്ടിയിരിക്കുന്നു. കാരണം ബന്ധുക്കളല്ലാത്തവരുടെ നിന്നും പണം സ്വീകരിച്ചുകൊണ്ട് കള്ളപ്പണം വെളുപ്പിക്കാനുള്ള ഒരു പ്രവണത പല നികുതിദായകരും കാണിച്ചു വരുന്നതിനാൽ അതിനെ തടയിടാനെന്നോണം ആദായ നികുതി നിയമത്തിലെ വകുപ്പ് 56 പ്രകാരം റിലേറ്റീവ്സ് അല്ലാത്തവരുടെ കയ്യിൽ നിന്നും മറ്റ് ചില സന്ദർഭങ്ങളിൽ ലഭിക്കുന്ന സമ്മാനങ്ങൾ അല്ലാതെ ഉള്ള സമ്മാനങ്ങൾക്ക് ആദായ നികുതി നിയമത്തിലെ വരുമാനമായിട്ട് കണക്കാക്കി നികുതി നൽകണമെന്നുള്ള വ്യവസ്ഥ ഇപ്പോൾ നിലവിലുണ്ട്. അതിൽ ലഭ്യമായിട്ടുള്ള എക്സംഷനെ പറ്റി ആദ്യം പറയാം. കുറച്ച് ഒഴിവുകൾ ലഭ്യമാണ്. അതിന് ആദ്യത്തെ ഒരു എക്സംഷൻ എന്ന് പറഞ്ഞാൽ ഇത് ഒരു വർഷത്തിൽ 50,000 രൂപ വരെ ഉള്ള സമ്മാനങ്ങൾക്ക് നികുതിയില്ല. അത് പക്ഷേ ഒരു ത്രെഷോൾഡ് ലിമിറ്റ് അല്ല. ഒരു എക്സാമ്പിൾ വഴി ഞാനത് വിശദമാക്കാം. 3 പേരിൽ നിന്നായിട്ട് 3 ഫ്രണ്ട്സ്, റിലേറ്റീവ്സ് അല്ലാത്തവരിൽ നിന്ന് 3 പേരിൽ നിന്നായിട്ട് 75,000 രൂപ ഒരു വ്യക്തിക്ക് സമ്മാനം ലഭിച്ചു എങ്കിൽ അതിന് 50,000 കഴിഞ്ഞ് ബാക്കി 25,000-നല്ല, ആ 50,000 കഴിഞ്ഞത് കൊണ്ട് ഈ 75,000 രൂപയ്ക്ക് പൂർണ്ണമായിട്ടും നികുതി ബാധ്യത വന്നു ചേരുന്നുണ്ട്. പിന്നെ മറ്റൊരു എക്സംഷൻ എന്ന് പറഞ്ഞാൽ ക്ലോസ് റിലേറ്റീവ്സ് ആണ്. ആ റിലേറ്റീവ്സിൻ്റെ ഡെഫിനിഷൻ ഞാൻ പിന്നീട് പറയാം. പിന്നെ മാരേജ് ഗിഫ്റ്റ്സ്, അതായത് വിവാഹ സംബന്ധമായിട്ട് ലഭിക്കുന്ന, വിവാഹത്തോടനുബന്ധിച്ച് ലഭിക്കുന്ന സമ്മാനങ്ങളെ ഈ വരുമാനത്തിൻ്റെ നിർവചനത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നെ ഒരു വില്ല് പ്രകാരം, അതായത് വിൽപ്പത്രം പ്രകാരം ലഭിക്കുന്ന ഗിഫ്റ്റുകൾ, പാർട്ടീഷൻ, അതായത് വസ്തു നമ്മൾ ഈ ഫാമിലി സെറ്റിൽമെൻറ്റിൽ പാർട്ടീഷൻ വഴി ലഭിക്കുന്ന തുകകൾ എന്നിവയ്ക്കും എക്സംഷനുണ്ട്. പിന്നെ ബാക്കിയുള്ള എക്സംഷൻസ് സാധാരണഗതി വരുന്നതല്ല. എന്നാൽ തന്നെയും ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നിന്ന് ലഭിക്കുന്ന എക്സംഷൻസ്, ലോക്കൽ അതോറിറ്റി, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വരുമാനങ്ങൾ, അങ്ങനെയെല്ലാം എല്ലാം ഇതിനൊന്നും ഈ 50,000 എന്നുള്ള പരിധി ബാധകമല്ല. അല്ലാതെ തന്നെ പൂർണ്ണമായിട്ടും നികുതിയിൽ നിന്ന് വിമുക്തമാണ്. ഇനി നമുക്ക് എന്താണ് റിലേറ്റീവ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ബന്ധുക്കളിൽ നിന്ന് ലഭിക്കുന്ന സമ്മാനങ്ങൾക്ക് ഈ വ്യവസ്ഥകൾ ബാധകമല്ല. അതുകൊണ്ട് എക്സെപ്ഷൻ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് ആരൊക്കെയാണ് റിലേറ്റീവ്സ് എന്നുള്ള നിർവചനത്തിലേക്ക് കടക്കാം. 56-ാം വകുപ്പ് പ്രകാരം സമ്മാനങ്ങളുടെ നികുതി ബാധ്യതയെപ്പറ്റി പരാമർശിക്കവേ ആരൊക്കെയാണ് റിലേറ്റീവ് എന്നുള്ള പദത്തിൻ്റെ നിർവചനത്തിൽ വരുന്നതിനെ പറ്റി എന്താണ് നമുക്ക് സംസാരിക്കേണ്ടതുണ്ട്. അതിൽ ജീവിത പങ്കാളിയിൽ നിന്ന് ലഭിക്കുന്ന സമ്മാനങ്ങളെ ഒഴിവാക്കിയിട്ടുണ്ട്. സ്വന്തം സഹോദരങ്ങളിൽ നിന്ന്, ബ്രദേഴ്സ് ഓർ സിസ്റ്റേഴ്സ്, അവരിൽ നിന്ന് ലഭിക്കുന്ന സമ്മാനങ്ങളെ ഒഴിവാക്കിയിട്ടുണ്ട്. ബ്രദർ ഓർ ഹസ്ബൻഡ് ഓഫ് ദി ഇൻഡിവിജ്വൽ, അതായത് കോ ബ്രദേഴ്സിനെ അവരിൽ നിന്ന് ലഭിക്കുന്ന സമ്മാനങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്. ബ്രദർ ഓഫ് വൈഫ് ഓഫ് ദി ഇൻഡിവിജ്വൽ എന്ന് വെച്ചാൽ നമ്മൾ അളിയൻ എന്ന് പറയുന്ന ആ ബന്ധുവിൽ നിന്ന് ലഭിക്കുന്ന സമ്മാനങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്. സിസ്റ്റർ ഓർ ഹസ്ബൻഡ് ഓഫ് ദി ഇൻഡിവിജ്വൽ എന്ന് പറഞ്ഞാൽ നമ്മൾ നാത്തൂനെന്ന് സാധാരണഗതിയിൽ പറയുന്ന ബന്ധുവിൽ നിന്ന് ലഭിക്കുന്ന വരുമാനങ്ങൾ ഒഴിവാണ്. സിസ്റ്റർ ഓഫ് വൈഫ് ഓഫ് ദി ഇൻഡിവിജ്വൽ, കോ സിസ്റ്റർ, അതും നാത്തൂൻ തന്നെയാണ്, മലയാളത്തിൽ പറയുമ്പോൾ അവരെ ഒഴിവാക്കിയിട്ടുണ്ട്. ബ്രദർ ഓർ ഫാദർ ഓഫ് ദ
ഇൻഡിവിജ്വൽ. ബ്രദർ ഓഫ് ഫാദർ ഓഫ് ദി ഇൻഡിവിജ്വൽ എന്ന് പറഞ്ഞാൽ അപ്പൻ്റെ അച്ഛനോ അനിയനോ, അതായത് വലിയച്ഛൻ ഇളയച്ഛൻ എന്ന് പറയുന്ന ബന്ധുവിൽ നിന്ന് ലഭിക്കുന്നത് ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നീട് ബ്രദർ ഓഫ് മദർ ഓഫ് ദി ഇൻഡിവിജ്വൽ എന്ന് പറഞ്ഞാൽ അമ്മാവനെന്നാണ് നമ്മൾ പറയുന്നത്, ആ ബന്ധുവിൽ നിന്ന് ലഭിക്കുന്ന സമ്മാനങ്ങൾ ഒഴിവാണ്. സിസ്റ്റർ ഓഫ് ഫാദർ ഓഫ് ദി ഇൻഡിവിജ്വൽ, നമ്മൾ വലിയമ്മ ഇളയമ്മ എന്നെല്ലാം പറയുന്ന ബന്ധുവിൽ നിന്ന് ലഭിക്കുന്ന സമ്മാനങ്ങൾ. സിസ്റ്റർ ഓഫ് മദർ ഓഫ് ദി ഇൻഡിവിജ്വൽ, അതിനും നമ്മൾ വലിയമ്മ ഇളയമ്മ എന്ന് തന്നെയാണ് പറയുന്നത്. ലീനിയൽ അസെൻഡൻ്റ് ഓഫ് ദി ഇൻഡിവിജ്വൽ, ലീനിയൽ അസെൻഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മുൻ തലമുറയിലേക്ക് പോകുമ്പോൾ ഗ്രാൻഡ് പാരൻസ്, അതിൻ്റെ ഗ്രേറ്റ് ഗ്രാൻഡ് പാരൻസ്, അപ്പൂപ്പൻ, മുത്തശ്ശൻ, അമ്മൂമ്മ, മുത്തശ്ശി എന്നെല്ലാം നമ്മൾ പറയുന്നത്. പിന്നെ ലീനിയൽ ഡിസെൻഡൻ്റ് ഓഫ് ദി ഇൻഡിവിജ്വൽ എന്ന് പറഞ്ഞാൽ ഗ്രാൻഡ് സൺ, അതായത് പേരക്കുട്ടികൾ, പേരക്കുട്ടികളുടെ മക്കളുണ്ടെങ്കിൽ അവരും, അങ്ങനെ നമ്മളെ എത്ര തലമുറ നമുക്ക് കാണാൻ സാധിക്കും നമുക്ക് പറയാൻ സാധിക്കില്ലെങ്കിൽ തന്നെ അവയെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ലീനിയൽ അസെൻഡൻ്റ് ഓഫ് ദ ഹസ്ബൻഡ് ഓഫ് ദി ഇൻഡിവിജ്വൽ, അല്ലെങ്കിൽ ഭാര്യ അല്ലെങ്കിൽ ഹസ്ബൻഡ് ഓർ വൈഫ് ഓഫ് ദി ഇൻഡിവിജ്വൽ, ഇപ്പം ജീവിത പങ്കാളിയുടെ പുറകോട്ട് തലമുറയിൽപ്പെട്ട അപ്പൂപ്പന്മാർ, അമ്മൂമ്മമാരെല്ലാവരും, ഇങ്ങനെ ഒരുതപ്പെട്ട വളരെ ക്ലോസ് ആയിട്ടുള്ള എല്ലാ റിലേറ്റീവ്സിൽ നിന്ന് ലഭിക്കുന്ന സമ്മാനങ്ങളെ ഇങ്ങനെ വരുമാനമായി കണക്കാക്കുന്ന വ്യവസ്ഥകളിൽ നിന്ന് ഒഴിവാക്കി. ഒരു കാര്യം വ്യക്തമാണ്, ഇത് നികുതി വെട്ടിപ്പിനായി തടയുന്നതിന് വേണ്ടി മാത്രമുള്ള ഒരു സംവിധാനമാണ്. അതുകൊണ്ട് സമ്മാനങ്ങൾ സ്വീകരിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ആറാം ശമ്പള കമ്മീഷൻ ശുപാർശകൾ സർക്കാർ സ്വീകരിച്ചതുകൊണ്ട് ജീവനക്കാർക്ക് ലഭിക്കുന്ന കുടിശ്ശികകൾ വളരെ ഭീമമായ തുകയാണ് കുടിശ്ശികളായി ലഭിക്കുന്നത്. വളരെ സന്തോഷമുള്ളൊരു കാര്യം തന്നെയാണ്. എങ്കിൽ തന്നെ അതിനകത്ത് നിഴൽ വീഴ്ത്തിക്കൊണ്ട് ഒരു അഭിപ്രായ പ്രകടനം ഉണ്ടായിട്ടുണ്ട്. ഈ സാമ്പത്തിക വർഷത്തിൽ, അതായത് 2008-2009 സാമ്പത്തിക വർഷത്തിലാണ് ഇങ്ങനെയുള്ള കുടിശ്ശികകൾ ലഭിക്കാനുള്ള അർഹത ജീവനക്കാർക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് ഈ വർഷം കിട്ടാത്ത തുകയ്ക്കും കൂടെ ആദായ നികുതി നൽകേണ്ടി വരുമോ എന്നുള്ളൊരു ആശങ്ക പല ജീവനക്കാരുടെ ഇടയിലുണ്ട്. അവയെ ദൂരീകരിച്ചുകൊണ്ട് സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സസ് ഈ കഴിഞ്ഞ സെപ്റ്റംബർ 29-ാം തീയതി 9-ാം നമ്പർ സർക്കുലർ പുറത്തിറക്കിയിട്ടുണ്ട്. അതിന് പ്രകാരം പണമായി ലഭിച്ച ശമ്പളത്തിന് മാത്രം 2008-2009 സാമ്പത്തിക വർഷത്തിൽ പണമായിട്ട് കയ്യിൽ ലഭിച്ച ശമ്പള കുടിശ്ശികൾക്ക് മാത്രം നികുതി നൽകിയാൽ മതി എന്നുള്ളത് വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട്. ഇത് പല ജീവനക്കാർക്കും വളരെയധികം സഹായപ്രദമായ ഒരു നിലപാടാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. മണിയിലൊക്കെ വീണ്ടും അടുത്ത ശനിയാഴ്ച മനോരമ ന്യൂസിൽ വാർത്തകൾ തുടരും.